ഇങ്ങനെ ഇൻട്രോവേർട്ടത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെൻ്റെ അടുത്തൊന്ന് വേർക്കുന്നു. എനിക്കറിയാം, ഞാനസ് പറയാനാ ഞാൻ അവനേതോ ഗവൺമെന്റ് കോളേജ് പഠിക്കുന്നത്. അവന്റെ ഓഞ്ഞ ലുക്ക് കണ്ട. എടി നീ ഏത് നേരം ആ ഫോണിൽ തന്നെ. അടുത്ത ആഴ്ച എക്സാം അല്ലേ, പോയി പഠിക്കാൻ നോക്കിയേ. ആരോട് പറയേ, ആദ്യം ആ ഫോൺ ഉണ്ടല്ലോ അത് തല്ലി പൊടിച്ച് കളയണം, അല്ലേ ശരിയാവും. കണ്ണ് എടി മോളെ കീർത്തി, എടി അമ്മയുടെ കണ്ണില് മോളെ നീ വന്നേ. ശരി, നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാമേ. മോളെ കീർത്തി, എടി ഒന്നിഞ്ഞ് വന്നേ. മോളെ, ഇന്ന് കോളേജിൽ പേരൻസ് മീറ്റിംഗ് ആയിട്ട് എന്താ വീട്ടിൽ പറയാത്തേ? ഫോൺ എടുക്കും. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നത് നീ അറിഞ്ഞായിരുന്നോ? അച്ഛാ ഫോണിങ്ങതാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ. ഞാൻ കണ്ടില്ല. എങ്ങനെ കാണാനാ? 24 മണിക്കൂർ ഈ ഫോണല്ലേ നിന്റെ കയ്യിൽ? എന്നാ കൊണ്ടുപോ, നിന്റെ ഫോൺ എനിക്ക് വേണ്ട. നിനക്ക് പഠിക്കാൻ എന്തൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടാ ഈ ഫോൺ മേടിച്ചു തന്നത്. ഇപ്പൊ റിസൾട്ട് വന്നപ്പോൾ പരീക്ഷയ്ക്ക് മാർക്കില്ല. കോളേജിൽ പേരൻസിനെ മീറ്റിംഗിന് വിളിച്ചത് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചാ. എന്തോന്ന് രണ്ടാളും കൂടെ ഇവിടെ ബഹളം? പേരൻസ് മീറ്റിംഗ് നിന്നോട് പറഞ്ഞായിരുന്നോ അവള്? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അവള് മോഡൽ എക്സാമിന് തോറ്റ് തൊപ്പിയിട്ടെന്നാ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത്. കൂടാതെ അറ്റൻഡൻസും ഇല്ല. കൂട്ടുകാരോട് കറക്കണമെന്നാണ് പറഞ്ഞത് ഫുൾ ടൈം. പിന്നെ ഇത്രയും പൈസ മുടക്കി പ്രൈവറ്റ് കോളേജ് വിട്ടതേ പഠിച്ച് പാസ്സാനാണ്, നോക്കാനല്ല. ഫോൺ ഉപയോഗം കുറിച്ച് പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോകണം, വീട്ടിൽ അടുക്കള പണി ചെയ്ത് ജീവിക്കേണ്ടി വരും. ഓ, അതൊന്നും പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂല. നിന്റെ കണ്ണിന് എന്ത് പറ്റി? നീ കരഞ്ഞോ? അത് കറിക്ക് അരച്ചപ്പോൾ മുളക് പൊടി വീണതാ. പിന്നെ അമ്മ ചത്താലും കയ്യിൽ നിന്ന് ഫോൺ മാറ്റാത്തൊരു മോളല്ലേ എനിക്കുള്ളത്. അപ്പൊ കണ്ണിങ്ങനെയൊക്കെ ഇരുന്നിരിക്കും. മോളെ, നിന്റെ ഈ സ്വഭാവം നിനക്ക് ദോഷം ചെയ്യും. ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. നിന്റെ ഫോൺ ഉപയോഗം നീ കുറയ്ക്കണം. ഹലോ ഡി. ഒന്ന് പോടാ. എടി നീ അവള് സംസാരിച്ചിട്ട് എന്ത് തോന്നി? അവളല്ലേലും അങ്ങനെ തന്നെ. നീ സംസാരിച്ച് ബാത്റൂമിൽ കയറി വന്ന അതൊരു ഫ്ലോക്ക് കയറിയതാ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. നീ ഗെയിം ടൈം ആകുമ്പോ വിളി. മോളെ കീർത്തി, കഴിക്കാൻ വാ. മോളെ കീർത്തി. ചേട്ടൻ കഴിക്കാൻ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അവിടെ നീ പോയി വിളിച്ചാൽ നിങ്ങൾ വരില്ല. ആഹാരം റെഡി ആയിട്ടുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. എൻ്റെ ഒരു ഗതികേടെ തൊട്ടടുത്ത റൂമിലുള്ള മോളെ കഴിക്കാൻ വിളിക്കുന്നതിന് ഇൻവൈറ്റ് ചെയ്യണം ഫോണിലൂടെ. എന്താ മോളെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പഠിത്തത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഫോൺ ഉപയോഗം കുറയ്ക്കണം, എങ്കിലേ എല്ലാം ശരിയാവുള്ളൂ. അന്ന് തന്നെ അമ്മയുടെ കണ്ണിൽ മുളക് പൊടി വീണപ്പോഴേ വിളിച്ചപ്പോൾ നീ ഓടിപ്പോയിരുന്നെങ്കിലേ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. എത്ര ദിവസമായതൊന്നും ഓക്കെ ആവാനായിട്ട്? അവൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് നിന്നെ ഇതുവരെ പഠിപ്പിച്ചത്. നീ വലിയ നിലയിലാവണമെന്ന് നമ്മുടെ ആഗ്രഹം. ദയവേത് നീ ഈ ഫോൺ ഉപയോഗം ഒന്ന് കുറയ്ക്കും. ഞാൻ ഇത്ര നേരം പറഞ്ഞല്ലോ, കേട്ടാ നീ? ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഫോണിൽ കോപ്രായം കാണിച്ചോണ്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണം ഈ ഫോൺ. ഏത് സമയത്ത് തോന്നുന്നത് ഈ നശിച്ച ഫോൺ എനിക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട്? എൻ്റെ ചേട്ടാ, ചേട്ടനൊന്ന് ബഹളം വെക്കാതിരിക്കേ. ചേട്ടൻ ഇത്രയും പറഞ്ഞു, അവൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടുകൂടെയില്ല. ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാം ആയെന്ന് അവളുടെ വിചാരം. എൻ്റെ പൊന്നു മോളെ, നീ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കേ
ജീവിതം തന്ന അവസരം നമുക്ക് നഷ്ടമാവും. രണ്ടുപേരും നിർത്തോ? ഇതിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഏത് നേരത്താണെന്ന് വരാൻ തോന്നിയത്? ഈ ഫിൽറ്റർ പോരാ. ഇത് കൊള്ളാം. ഒരു വെറൈറ്റിക്ക് മുടി വൈറ്റടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, മുട്ടയടിക്കാം. ക്യാൻസർ ആണെന്ന് വിചാരിച്ചിട്ട് കുറെ ലൈക്കും കമന്റ് ഒക്കെ കിട്ടും. പൊളി ഐഡിയ ആണല്ലോ. അയ്യോ, എവിക്കെന്ത് പറ്റി മോളെ? ചേച്ചി, ഈ കുട്ടി ഫോൺ നോക്കി നടന്നപ്പോൾ ഒരു ബൈക്ക് വന്ന് തട്ടി. അയ്യോ, വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോ. മോളെ ഹോസ്പിറ്റലിൽ പോയാലോ? നമുക്ക് അച്ഛനെ വിളിക്കട്ടെ? വലിയ കുഴപ്പമൊന്നുമില്ല ചേച്ചി. പക്ഷേ ഈ ഫോൺ നോക്കിയാൽ നടപ്പൊന്ന് നിർത്തണം. പിന്നെ ചെവിയിൽ ഹെഡ്സെറ്റും ഹോൺ അടിച്ചാൽ പോലും അവൾ അറിയുന്നില്ല ബൈക്കിൻ്റെ. ശരി ചേച്ചി എന്നാ. നിനക്ക് ഈ വീട്ടിലെ കിച്ചൺ എവിടെയെന്നൊക്കെ അറിയാമോ? അമ്മ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. അമ്മ കുറച്ചു നേരം അങ്ങോട്ട് മാറി നിക്ക്. എനിക്ക് ഈ കിച്ചൺ മൊത്തത്തോടെ ഒന്ന് വേണം. എന്തിനാടി? അതൊക്കെ ഉണ്ട്. അമ്മ ഒന്ന് പോയേ, ഞാൻ പണി കഴിയുമ്പോ വിളിക്കാം. ശരി, തീയാണ്, സൂക്ഷിക്കണം. ഒരു റീലിനുള്ളതൊക്കെ ഉണ്ട്. ഗ്യാസിന്റെ സ്മെല്ലോ? കൊച്ചു ഗ്യാസ് അടച്ചില്ലേ? കീർത്തിയുടെ വീടല്ലേ? അതെ, ഞാൻ അവളുടെ അമ്മയാ. ഞാൻ കീർത്തിയെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. വരൂ ടീച്ചർ. കീർത്തി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. വിളിക്കണോ? വേണ്ട, ഞാൻ കീർത്തിയുടെ പേരൻസിനെ കാണാനായിട്ട് വന്നതാ. ഞാൻ ചേട്ടനെ വിളിക്കാം. ചേട്ടാ, ചേട്ടാ. മോള് ടീച്ചറാ, നമ്മളെ കാണാൻ വന്നത്. അറിയാലോ, അവളിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. അവൾക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പഠിത്തത്തിലൊക്കെ ഭയങ്കര ഉഴപ്പാണ്. എൻ്റെ പൊന്നു ടീച്ചറെ, ഞങ്ങൾ പറഞ്ഞു മടുത്തു. അവൾ 24 മണിക്കൂറും ആ ഫോണിലാ. അവൾക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പോ? നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവളെ ഫോണിനടുത്ത് പോകുന്നതന്നെ അവൾക്ക് സമനിലയേറ്റും പോലെയാണ്. അതെ, അത് സത്യമാണ്. കീർത്തിയുടെ സമനില തെറ്റിയിരിക്കുമോ? അവളൊന്നും പഠിക്കുന്നില്ല. ഒരു ചാപ്റ്റർ പോലും അവൾക്ക് അറിയത്തില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഫീസ് അടയ്ക്കുന്നതിന് ഒരു പ്രയോജനവും കാണത്തില്ല. ആശിച്ച് മോഹിച്ചുണ്ടായ കുഞ്ഞാണ് ടീച്ചറെ. അവളുടെ എല്ലാ വാശിക്കും നമ്മൾ കൂട്ടുനിന്നു, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. ഇപ്പോൾ കൈവിട്ട് പോകുന്ന അവസ്ഥയാണ്. എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. വേറെ വഴിയില്ല. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ സെം അവൾക്ക് ഒരു പേപ്പർ പോലും കിട്ടിയിട്ടില്ല. ദൈവമേ, തോറ്റോ അവള്? ഞാൻ അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അവൾക്ക് ഈ മൊബൈലൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന്. അപ്പൊ അച്ഛന് മോളോട് ഭയങ്കര സ്നേഹം. ഇപ്പൊ തോറ്റു തൊപ്പിയിട്ടല്ലോ മോള്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. നിന്റെ ശ്രദ്ധ കുറവുണ്ട് ഇതിൽ. ഇനി എങ്ങനെയെങ്കിലും അവളെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ നോക്ക്.
അമ്മ എന്താ എന്റെ ഫോൺ ആരെങ്കിലും ആക്കിയത്? പറയടി, എന്റെ ഫോൺ ആരെങ്കിലും ആക്കിയത്? ഞാനാ. നിനക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ ഫോൺ വാങ്ങി തന്നെ? എന്നിട്ട് നീ എക്സാമിന് ജയിച്ചില്ലല്ലോ. ഓ, നീ എന്റെ ഫോൺ പൊട്ടിച്ചല്ലേടി? എന്റെ ഫോൺ പൊട്ടിച്ച പോലെ നിന്നെ ഞാൻ ഇപ്പൊ പൊട്ടിക്കും. ഫോൺ പൊട്ടിക്കുമല്ലേടി? മാറ്. രാജീവേ, ഞാൻ കീർത്തിയായിട്ട് സംസാരിച്ചു. അവളിപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കാരണമാണ് അവളുടെ അമ്മ കിടപ്പിലായതെന്നൊരൊറ്റ ചിന്ത. ആ ചിന്ത മാറ്റിയെടുത്താൽ മാത്രമേ അവളെ നമുക്ക് പഴയ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. അത് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. ഡോക്ടർ, എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അവളെ തിരിച്ചു വേണം. നല്ലത് സംഭവിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കുട്ടി ഇങ്ങനെ ആയാൽ ഒരു പരിധി വരെ കാരണം നിങ്ങളും കൂടെയാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ കളിക്കാൻ ഫോൺ കൊടുക്കും. അവർ ഫുള്ള് അതിൽ അഡിക്റ്റ് ആവും. വളരും തോറും അവരുടെ ഇൻട്രസ്റ്റ് ഫുള്ള് ഫോണിലാവും. ഇപ്പോൾ മിക്ക വീട്ടിലും കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് ഈ ആഹാരം കഴിക്കാതെ പിള്ളേരിക്കും മൊബൈൽ എടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഇത് ഇവർ മനസ്സിലാക്കണില്ല. ഈ പിള്ളേരുടെ ജീവിതം ഈ ഫോണിൽ മാത്രം ഒതുങ്ങിത്തീരും. അതുവഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ. കുട്ടികൾക്ക് ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് ആഹാരം കൊടുക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുമാത്രമല്ല, നിങ്ങൾ പാരൻസ് ആദ്യം ഫോണുകൾ മാറ്റി വെച്ചിട്ട് കുട്ടികളായിട്ട് കൂടുതൽ ഇടപെടാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് അവർക്ക് നല്ലൊരു ഭാവി സമ്മാനിക്കാൻ പറ്റും. താങ്ക് യു സർ.